നമസ്കാരം. ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും നമ്മുടെ വീടുകളിൽ അയ കെട്ടുന്നവരാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അയ. എന്നാൽ ഈ അയ കെട്ടുന്നത് ഒരിക്കലും ദോഷസ്ഥാനങ്ങളിൽ ആകാൻ പാടില്ല. ടെറസിന് മുകളിലായിരിക്കും കഴുകിയ വസ്ത്രങ്ങൾ മിക്കവരും ഇന്നത്തെ കാലത്ത് ഉണങ്ങാനിടുന്നത്. അങ്ങനെ അല്ലാതെ ചെയ്യുന്നത് വളരെ കുറച്ചു പേർ മാത്രമാണ്. എന്നാൽ ടെറസിലായിരുന്നാലും താഴെയായിരുന്നാലും മുറികളിലായിരുന്നാലും വസ്ത്രങ്ങൾ വിരിക്കാൻ തോന്നും പോലെ അയകൾ കെട്ടുന്നത് അത്ര നന്നല്ലെന്നാണ് വാസ്തുശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. യോജിച്ച ദിക്കിലല്ലാതെ തോന്നുന്നിടത്തൊക്കെ അയ കെട്ടുന്നത് കുടുംബത്തിനും വീട്ടുകാർക്കും ദോഷങ്ങൾ ഉണ്ടാകും. വാസ്തുപ്രകാരം യോജിച്ച സ്ഥാനങ്ങളുണ്ട് അയ കെട്ടുന്നതിന്. ഈ അയ കെട്ടുന്നത് ദോഷസ്ഥാനത്ത് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖദുരിതങ്ങളും അസുഖങ്ങളും പല രീതിയിലുള്ള അപകടങ്ങളും മരണദുഃഖ ഫലങ്ങളും ഉണ്ടാകുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ദോഷസ്ഥാനത്താണ് നിങ്ങൾ അയ കെട്ടിയിരിക്കുന്നത് എങ്കിൽ വീട് മുടിയാൻ അത് മതി എന്ന് സാരം. ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത് ഏതെല്ലാം സ്ഥാനങ്ങളിൽ നമുക്ക് ദോഷമില്ലാതെ അയ കെട്ടാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിടപ്പുമുറിയിൽ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള കബോർഡുകൾ സ്ഥാപിക്കുന്നതിലും വാസ്തു നോക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ കിടപ്പുമുറിയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കബോർഡ് സ്ഥാപിക്കുന്നതിന് ഏറ്റവും അനുയോജ്യം. തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലും കബോർഡുകൾ സ്ഥാപിക്കാൻ യോജ്യമാണ്. എന്നാൽ വടക്ക് കിഴക്ക് മൂലയിൽ എന്ത് കാരണമുണ്ടെങ്കിലും ഒരിക്കലും കബോർഡുകൾ, വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള കബോർഡുകൾ നിർമ്മിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ വസ്ത്രങ്ങൾ വാരി വലിച്ചിടാതെ നന്നായി അടുക്കി വൃത്തിയാക്കി സൂക്ഷിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിൽ ഏതെല്ലാം ഭാഗത്താണ് അയ കെട്ടിയാൽ ദോഷമാകുന്നത്? പുറത്ത് കെട്ടുമ്പോഴും വീടിന്റെ അകത്ത് കെട്ടുമ്പോഴും അയ കെട്ടുവാൻ പാടില്ലാത്ത സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഈ അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഏതൊക്കെ സ്ഥാനങ്ങളിലാണ്, എവിടെയൊക്കെയാണ് അയ കെട്ടുവാൻ ഏറ്റവും നല്ലത് നമുക്ക് മനസ്സിലാക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ദോഷസ്ഥാനത്ത് അയ കെട്ടിയാൽ മരണദുഃഖ ഫലമാണ് ഉണ്ടാവുക. അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വീടുകളിൽ അയ കെട്ടുമ്പോൾ അയ കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊന്നും ഞാൻ ഈ പറയുന്ന ചെടികൾ നിൽക്കുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ രണ്ടറ്റത്തായി നമ്മൾ അയ കെട്ടുമ്പോൾ ആ അയയുടെ അടിഭാഗത്തൊന്നും ഞാൻ ഈ പറയുന്ന ചെടികൾ നിൽക്കുവാൻ അല്ലെങ്കിൽ വളരുവാൻ പാടില്ല. ഏതൊക്കെ ചെടികളാണ് അയയുടെ അടിയിൽ നിൽക്കാൻ പാടില്ലാത്തത് നോക്കാം. തുളസി, കൂവളം, വെറ്റില, മഞ്ഞൾ, നെല്ലി, ഈ 5 ചെടികളും നമ്മൾ അയ കെട്ടുമ്പോൾ ആ അയയുടെ അടിഭാഗത്ത് വരാൻ പാടില്ല. അതുപോലെ ഒരു കാരണവശാലും ഈ ചെടികളിൽ അയ കെട്ടുവാനും പാടില്ല. അതായത് വീടുകളിൽ പറമ്പൊക്കെ ഉള്ളവർ 2 മരങ്ങളിലായിട്ട് അയ കെട്ടും, ശരിയല്ലേ? അങ്ങനെ നമ്മൾ നമ്മളുടെ വീടുകളിൽ അയ കെട്ടുമ്പോൾ നെല്ലി, കൂവളം, പുളി തുടങ്ങിയ മരങ്ങളിൽ അങ്ങനെ കെട്ടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കൊണ്ടുചെന്ന് അയ കെട്ടുവാൻ പാടില്ല. അത് മഹാദോഷമാണ്. നമ്മളുടെ വീട് മുടിയുവാൻ ഈ ഒരൊറ്റ കാര്യം മാത്രം മതി. അപ്പോൾ വീടിന്റെ പുറത്ത് നമ്മൾ അയ കിട്ടുമ്പോൾ ആ അയ പോകുന്ന വഴിയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നെല്ലിയോ കൂവളമോ അല്ലെങ്കിൽ മഞ്ഞൾ, വെറ്റില ഇത്തരം ചെടികളൊന്നും നിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ച് തുളസി ഒരു കാരണവശാലും അയയുടെ താഴെ വരാൻ പാടില്ല. അപ്പോൾ അയ കിട്ടുമ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കുക. ഒരിക്കലും പുളിയിലോ കൂവളത്തിലോ നെല്ലിയിലോ അയ കെട്ടാൻ പാടില്ല. അതുപോലെ ഞാൻ ഈ പറഞ്ഞ 5 ചെടികളും അയയുടെ താഴെ വരുവാൻ പാടില്ല. അപ്പോൾ അയ കെട്ടുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ അയ കെട്ടുമ്പോഴും അല്ലെങ്കിൽ അയ ഇപ്പോൾ ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീടിന്റെ ഈശാന കോണിൽ, അതായത് വടക്ക് കിഴക്കേ മൂല, അതുപോലെ കന്നി മൂലയിൽ, തെക്ക് പടിഞ്ഞാറേ മൂല, ഈ 2 മൂലകളിലും ഒരു കാരണവശാലും അയ വരാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത്, അതായത് ഈശാന കോൺ എന്ന് പറയുന്നത് ഈശ്വരാധീനമുള്ള മൂലയാണ്. അവിടെ ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്തെ മറയ്ക്കുന്ന രീതിയിൽ ഒരു തുണി പോലും വരാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു തുണി പോലും നമ്മൾ വലിച്ചു കെട്ടാൻ പാടില്ലാത്ത സ്ഥലത്ത് എങ്ങനെ അയ കിട്ടും? അപ്പോൾ ഒരു കാരണവശാലും വടക്ക് കിഴക്കേ മൂലയിൽ ഈശാന കോണിൽ അഴ വരുന്ന രീതിയിൽ കെട്ടാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, കന്നി മൂലയിലും അഴ വലിച്ചു കെട്ടാൻ പാടില്ല എന്നുള്ളതാണ്. അത് നിങ്ങളുടെ വീടിന് മഹാദോഷം വരുത്തി വെക്കും. ഒരു കാരണവശാലും അത് ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് എടുത്തെടുത്ത് പറയുവാൻ കാരണം അതാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോറിന്റെ, അതായത് പ്രധാന വാതിലിന്റെ കുറുകെ ഒരിക്കലും അയ കെട്ടുവാൻ പാടില്ല, അങ്ങനെ അയ വരുവാൻ പാടില്ല എന്നുള്ളതാണ്. പല വീട്ടുകാരും ചെയ്യുന്ന ഒരു പ്രധാന തെറ്റാണ് വീടിന്റെ മുൻവശത്ത് അയ കെട്ടുക എന്നുള്ളത്.
അയ കെട്ടുന്നതിന്റെ കയറ് അതിന്റെ ആ വീടിന്റെ മുൻവശത്ത് കൂടി പ്രധാന വാതിലിന്റെ കുറുകെ കടന്നു പോകും. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. മഹാദോഷമാണ്. ആ വീടിന് വളരെ ദോഷങ്ങൾ വന്നു ചേരും. അതായത് പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കാഴ്ചക്ക് കുറുകെ, ആ വാതിലിന് കുറുകെ അയ നിൽക്കും, അയയുടെ കയറ് നിൽക്കും, അല്ലെങ്കിൽ തുണികൾ വിരിച്ചിട്ടിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ അയ പുറത്ത് കെട്ടിയാലും അകത്ത് കെട്ടിയാലും ശരി, ഒരിക്കലും വീടിന്റെ ആ വാതിലിന്റെ പാസേജ് വരുന്ന രീതിയിൽ ഒരു കാരണവശാലും അയ കെട്ടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വീടിന്റെ മുൻവശത്ത് ഒരിക്കലും, വീടിന്റെ പ്രധാന ഡോറിന് കുറുകെ അല്ലെങ്കിൽ മുൻവശത്ത് ഒരിക്കലും അയ കെട്ടാൻ പാടില്ല. അങ്ങനെ അയ കെട്ടിയാൽ ആ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എന്നും ദുരിതങ്ങൾ മാത്രമായിരിക്കും. ഒരു സന്തോഷകാര്യം സംഭവിച്ചാൽ പോലും ഉള്ളു തുറന്നൊന്ന് ചിരിക്കുവാൻ അവർക്ക് കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്താൽ എന്നും തടസ്സങ്ങളായിരിക്കും, വിഘ്നങ്ങളായിരിക്കും. സങ്കടം വിട്ടൊഴിഞ്ഞ്, ദുഃഖം വിട്ടൊഴിഞ്ഞ്, മനക്ലേശം വിട്ടൊഴിഞ്ഞൊരു സമയം നമുക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നോക്കുക, നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ ഡോറ് തുറന്നു നോക്കുമ്പോൾ പ്രധാന വാതിലിന് പുറകെ അയ കെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക, മുൻവശത്ത് അയ കെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ ഇന്ന് തന്നെ അത് അവിടെ നിന്ന് മാറ്റി കെട്ടുക. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണ്, അല്ലെങ്കിൽ മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ അകത്ത് അയ കെട്ടാറുണ്ട്. അങ്ങനെ അയ കെട്ടുമ്പോൾ പ്രധാന വാതിലിന് കുറുകെ അകത്തായാലും നമ്മൾ അയ കെട്ടുവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അകത്തായാലും പുറത്തായാലും മെയിൻ ഡോറിന്റെ വാതില് ക്രോസ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും അതിന്റെ കുറുകെ അയ കെട്ടാൻ പാടില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് പ്രത്യേകിച്ചും വീടിനകത്ത് അയ കെട്ടുന്നവരോട് പറയാനുള്ള കാര്യമാണ്. വീടിന്റെ അടുക്കള, വീടിന്റെ ബെഡ്റൂം, പൂജാമുറിയുടെ മുൻഭാഗം, ഈ മൂന്ന് ഭാഗങ്ങളിലും ഒരു കാരണവശാലും അയ കെട്ടാൻ പാടില്ല. ബെഡ്റൂമിൽ ഒരു കാരണവശാലും നിങ്ങൾ അയ കെട്ടരുത്. അതുപോലെ അടുക്കളയിൽ ഒരു കാരണവശാലും നിങ്ങൾ അയ കെട്ടാൻ പാടില്ല. എന്നാൽ അടുക്കളയുടെ പുറത്തെ കെട്ടുന്നതിന് കുഴപ്പമില്ല. അതുപോലെ അടുക്കളയുടെ ചായ്പിൽ അയ കെട്ടുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ അടുക്കളയോട് ചേർന്ന് അടുക്കളയുടെ വർക്കേരിയയിൽ അയ കെട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഈ മൂന്ന് സ്ഥാനങ്ങളിൽ, ഞാൻ പറഞ്ഞ ആദ്യ മൂന്ന്, അടുക്കളയിൽ, അതുപോലെ ബെഡ്റൂമിൽ, പൂജാമുറിയുടെ മുൻഭാഗത്ത്, ഈ മൂന്ന് ഭാഗത്തും ഒരു കാരണവശാലും അയ കെട്ടാൻ പാടില്ല. ഇത് ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം, പല സ്ഥലത്തും ഞാൻ വാസ്തു നോക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും പൂജാമുറിയുടെ വാതില് ക്രോസ് ചെയ്യുന്ന രീതിയിൽ, ആ വാതിൽ മറയ്ക്കുന്ന രീതിയിൽ അയ കെട്ടി അവിടെ വസ്ത്രങ്ങൾ ഇടാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സ്ഥാനങ്ങളിൽ ഒന്നും നിങ്ങൾ ഒരു കാരണവശാലും അയ കെട്ടാൻ പാടില്ല. ഇനി ഒരു വീട്ടില് അയ കെട്ടാൻ ഏറ്റവും നല്ല സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിന് നമ്മൾ വായുകോൺ എന്ന് പറയും. അപ്പോൾ വായുകോണിൽ അയ കെട്ടുന്നതാണ് ഏറ്റവും ഉചിതമായ, ഏറ്റവും ഉത്തമമായ കാര്യം. അപ്പോൾ ഒരു വീട്ടിൽ അയ കെട്ടാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനം വടക്ക് പടിഞ്ഞാറ് ഭാഗം വായുകോണാണ്. ഏറ്റവും ഐശ്വര്യകരമാണ്. അവിടെ അയ കെട്ടി നമ്മൾ വസ്ത്രമിട്ട് ഉണങ്ങുന്നത് ആ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി ധാരാളമായി വന്നു ചേരുന്നതിന് സഹായിക്കും. അത്തരം വീടുകളിലേക്ക് കൂടുതൽ കൂടുതൽ നന്മകൾ വന്നു ചേരുമെന്നാണ് പറയുന്നത്. പടിഞ്ഞാറ് ഭാഗത്തും നിങ്ങൾക്ക് അയ കെട്ടാം. പടിഞ്ഞാറ് ഭാഗത്ത് അയ കെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് അത് ചേർന്ന് വരുവാൻ പാടില്ല എന്നുള്ളതാണ്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് ഏതാണ്ട് ഒരു 8-10 അടി മാറ്റി ദൂരമിട്ട് നിങ്ങൾക്ക് അയ കെട്ടാം. അപ്പോൾ നമ്മുടെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അയ കെട്ടാൻ വാസ്തുപരമായി ഏറ്റവും അനുയോജ്യമായ സ്ഥാനം. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അയ കെട്ടിയിരിക്കുന്നത് ഏത് സ്ഥാനത്താണോ, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു തരാം. ദോഷസ്ഥാനത്താണോ അല്ലെങ്കിൽ വാസ്തുപരമായി എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ചോദിച്ചാലും അതിന് ഞാൻ ഉത്തരം പറഞ്ഞു തരാം. ഇനി ഈ അയ കെട്ടുമ്പോൾ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ വാഷിംഗ് മെഷീന്റെ സ്ഥാനമാണ്. അയ കെട്ടുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീന്റെയും അലക്കുകല്ലിന്റെയും സ്ഥാനം എന്ന് പറയുന്നത്. വാഷിംഗ് മെഷീന്റെ കാര്യം പറയുമ്പോൾ വാഷിംഗ് മെഷീന്റെ സ്ഥാനത്തെക്കാളും അതിന്റെ ഔട്ട്ലെറ്റ് പൈപ്പ് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഞാൻ ഈ വീടുകളിൽ വാസ്തു നോക്കാൻ പോകുമ്പോൾ അലക്കുകല്ല് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചേർന്നാണ് സ്ഥാപിച്ച് കണ്ടിട്ടുള്ളത്. പലരുടെയും വീടിന്റെ വടക്കിഴക്ക് മൂലയിലും തെക്ക് കിഴക്ക് മൂലയിലും കന്നിമൂലയിലുമെല്ലാം ഇങ്ങനെ അലക്കുകല്ല് സ്ഥാപിച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ മൂന്ന് മൂലകളിലും ഒരു കാരണവശാലും അലക്കുകല്ല് വരാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വീട് മുടിയാൻ ഇതിലും വലിയൊരു കാര്യം വേണ്ട. വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഈശാനകോൺ, അവിടെ ഈശ്വര സാന്നിധ്യമുള്ള, ഈശ്വരാധീനമുള്ള ഭാഗമാണ്. ഒരിക്കലും അവിടെ അലക്കുകല്ല് നിങ്ങൾ ഇടരുത്. അങ്ങനെ അലക്കുകല്ല് വന്നാൽ
അത്തരം വീടുകളിൽ ദുഃഖ ദുരിതങ്ങൾ ഒരിക്കലും വിട്ടൊഴിയുകയില്ല. അതുപോലെ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് മഹാലക്ഷ്മി വാസമുള്ള ഭാഗമാണ്. അവിടെ ഒരു കാരണവശാലും നിങ്ങൾ അലക്കുകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ അലക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ലക്ഷ്മി ദേവി അവിടെ നിന്ന് പടിയിറങ്ങി മൂദേവി അവിടെ കുടിയിരിക്കും എന്നുള്ളതാണ്. അത്തരം വീടുകളിൽ യാതൊരു ഐശ്വര്യവും ഉണ്ടാവുകയില്ല. തെക്ക് കിഴക്കേ മൂല എന്ന് പറഞ്ഞാൽ അഗ്നികോണാണ്. അപ്പോ അഗ്നികോണിൽ അഴുക്കുകളെല്ലാം അവിടെ ഇട്ട് അലക്കി കഴിഞ്ഞാൽ, വസ്ത്രങ്ങൾ അലക്കി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലക്ഷ്മി ദേവി അവിടെ നിന്ന് പടിയിറങ്ങും. ഇനി കന്നിമൂല, തെക്ക് പടിഞ്ഞാറേ മൂല. തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറഞ്ഞാൽ അസുര ദിക്കാണ്. അവിടെ ഒരിക്കലും അലക്കുകൾ വരാൻ പാടില്ല. അല്ലെങ്കിൽ വാഷിംഗ് മെഷീന്റെ ഔട്ട്ലെറ്റിലെ പൈപ്പ്, ആ പൈപ്പ് അങ്ങോട്ട് തുറന്നിടാൻ പാടില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അലക്കുകൾ സ്ഥാപിക്കുകയോ വാഷിംഗ് മെഷീന്റെ ഔട്ട്ലെറ്റ് പൈപ്പ് വരികയോ ചെയ്താൽ ആ വീടുകളിലെ സ്ത്രീകൾക്ക് ഒരിക്കലും രോഗദുരിതങ്ങൾ വിട്ടൊഴിയുകയില്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ നാശം സംഭവിക്കുക. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഒരു കാരണവശാലും അലക്കുകല്ല് ഇടാൻ പാടില്ല. അല്ലെങ്കിൽ വാഷിംഗ് മെഷീന്റെ ഔട്ട്ലെറ്റ് പൈപ്പ് തുറന്നിടാൻ പാടില്ല. അപ്പോൾ ചിലർ ചോദിക്കും, അല്ലെങ്കിൽ ചിലർ പറയും, എന്റെ വീട്ടിൽ ഞാൻ അലക്കുകല്ല് സ്ഥാപിച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ്, അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയിലാണ്, എന്നിട്ടെന്താ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ സമയം നല്ലതാണ്, നിങ്ങളുടെ ഗ്രഹനില നല്ലതാണെങ്കിൽ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല. പക്ഷേ നമ്മൾക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹോറോസ്കോപ്പ് നോക്കുമ്പോൾ നമ്മുടെ ഗ്രഹനിലകൾ മാറിക്കൊണ്ടിരിക്കും. മോശം സമയം വന്നു കഴിഞ്ഞാൽ അത് ദുരിത പെയ്തായിരിക്കും. അത്തരക്കാരെ നശിച്ചു പോയിട്ടുള്ള ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. ചില യുക്തികളുമൊക്കെ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് പിന്നീട് മുട്ടൻ പണി കിട്ടി ജീവിതം തന്നെ തകർന്നു പോയ ഒരുപാട് അനുഭവങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഈ 3 മൂലകൾ വിട്ടുകഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്ത് അലക്കുകല്ലിടാം, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അലക്കുകല്ലിടാം, തെക്ക് മധ്യത്തിലായിട്ട് അലക്കുകല്ലിടാം, അല്ലെങ്കിൽ വാഷിംഗ് മെഷീന്റെ ഔട്ട്ലെറ്റ് പൈപ്പ് വരാം. അപ്പോൾ അലക്കുകല്ല് ഇടാൻ യോജ്യമായ സ്ഥലത്തെല്ലാം വാഷിംഗ് മെഷീന്റെ ഔട്ട്ലെറ്റ് പൈപ്പ് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂലകളിലേക്ക് വാഷിംഗ് മെഷീന്റെ ഔട്ട്ലെറ്റ് പൈപ്പ് വരാൻ പാടില്ല. മറ്റു ഭാഗങ്ങളിൽ അലക്കുകല്ലിന് യോജിച്ച സാധനം പറഞ്ഞിടത്തെല്ലാം വാഷിംഗ് മെഷീന്റെ ഔട്ട്ലെറ്റ് പൈപ്പുകൾ വരാം. അതുപോലെ നിങ്ങളുടെ വീടിന്റെ ബാത്റൂമിനെ കുറിച്ച് പറയുമ്പോൾ വീടിന്റെ മൂലകളിൽ ഒരു കാരണവശാലും ബാത്റൂം വരാൻ പാടില്ല. അങ്ങനെ ആരുടെയെങ്കിലും വീടിന്റെ മൂലകളിൽ ബാത്റൂം ഉണ്ടെങ്കിൽ അത് മഹാദോഷമായിരിക്കും സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അയയും അലക്കുകല്ലും നമ്മുടെ വീടുകളിൽ വാസ്തുവുമായി ബന്ധപ്പെട്ട് മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ വസ്ത്രം അലക്കി ശുദ്ധമാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് ഉണക്കാനായിട്ട് ഇടുമ്പോൾ അത് നന്നായി പിഴിഞ്ഞ് നന്നായി വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമേ ഉണക്കാനായിട്ട് ഇടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പലരും വെള്ളത്തോടുകൂടി ഈറിനോടുകൂടി തുണികൾ വസ്ത്രങ്ങൾ ഉണക്കാനായിട്ട് ഇടാറുണ്ട്. അങ്ങനെ ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത്തരം വീടുകളിൽ കണ്ണീർ തോരില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങൾ വസ്ത്രങ്ങൾ അലക്കി ഉണക്കാനിടരുത്. വസ്ത്രങ്ങൾ അലക്കുന്നവർ പകൽ സമയത്ത് മാത്രം വസ്ത്രങ്ങൾ അലക്കി ഉണക്കാനിടുക. അതുപോലെ വസ്ത്രങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റുന്നതും ഏറ്റവും നല്ല കാര്യമാണ്. പകൽ സമയത്ത് ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർ പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഡ്രസ്സ് വാഷ് ചെയ്ത് ഉണക്കാനിടാറുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക. അതുപോലെ നന്നായി ഇറുകെ പിഴിഞ്ഞ് മാത്രം വസ്ത്രങ്ങൾ ഉണക്കാനിടുക. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ വീടിന്റെ ബ്രഹ്മസ്ഥാനം കടന്നു പോകുന്ന കൃത്യം ബ്രഹ്മസ്ഥാനത്ത് ഒരിക്കലും വസ്ത്രങ്ങൾ നിങ്ങൾ അയകെട്ടി ഇടാൻ പാടില്ല, ഉണക്കാനിടാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വീടിന്റെ വാസ്തുഘടനയ്ക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ വേണം അയകെട്ടാൻ, അല്ലെങ്കിൽ അലക്കുകല്ലോ വാഷിംഗ് മെഷീന്റെ ഔട്ട്ലെറ്റ് പൈപ്പോ ഒക്കെ സ്ഥാപിക്കാനായിട്ട്. ഇത്തരം കാര്യങ്ങൾ ഏതൊരുവനാണോ ഏതൊരാളാണോ ചെയ്യുന്നത് അത്തരം വീടുകളിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും, ഐശ്വര്യങ്ങൾ വർദ്ധിക്കും, മഹാഭാഗ്യം ഓടിയെത്തും എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ചോദിക്കുക, എല്ലാത്തിനും മറുപടി തരാം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.